ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ദൈവത്തിൻ പൈതലെ നീ കലങ്ങിടുന്നോ? കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കൂ. ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? ഭാവിയെ ഓർത്തു നീ ഭാരപ്പെടുമ്പോൾ നിനക്കായി കരുതുന്നോൻ കൂടെയില്ലേ? യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. യഹോവ ശാലോം സമാധാനം നൽകും. യഹോവ ഈരെ കരുതിടും നിന്നെ. യഹോവ ശമ്മ കൂടെയുള്ളതാലേ യാതൊരു ഭാരവും വേണ്ടിനിയും. സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ രക്ഷയുടെ ജീവിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം നമ്മോട് കൂടെ ചരിക്കുന്നവനാണെന്നും അവൻ്റെ രക്ഷ എല്ലാവർക്കും സൗജന്യമായി തരുന്നു എന്ന തിരിച്ചറിവിലേക്കാണ് ഈ മണിക്കൂറിൽ കടന്നു വരിക. ഹല്ലേലൂയ. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: സ്വപുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടൊപ്പം സർവ്വതും ദാനമായി നൽകാതിരിക്കുമോ? വിശ്വാസിയായ നീ തിരിച്ചറിയേണ്ട സത്യം ഇതാണ്: നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം നിന്റെ ഒരു പരിശ്രമവും കൂടാതെ, നിന്റെ ഒരു സഹകരണവും കൂടാതെ നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിയുള്ള ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കാലഘട്ടം മാറുമ്പോൾ നാം പല വിശ്വാസത്തിൻ്റെ പിന്നാലെ, പല രക്ഷയുടെ പിന്നാലെ നാമും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലും പള്ളിയിലും ആരാധനയിലും ആളുകളുടെ എണ്ണം തുലോം കുറഞ്ഞു വരുന്നു. യുവജനങ്ങൾ പള്ളിയിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും അകന്നു നിൽക്കുന്നു. ഇത് കാലഘട്ടത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നാൽ രക്ഷയെ അവഗണിച്ച നാം ഇന്ന് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇങ്ങനെ ജീവിക്കാനല്ല നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും മനോഹരമായതും ഏറ്റവും ഉന്നതവുമായ ഒരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. 1 കൊരിന്ത്യർ 2:9 വചനം ഇങ്ങനെ പറയുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങളുടെ കണ്ണുകൾ കാണുന്ന, നിങ്ങളുടെ ശരീരം അനുഭവിക്കുന്ന, നിങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന, ഈ പ്രകൃതി അനുഭവിക്കുന്ന വരൾച്ചയോ ദുരിതമോ എന്തുമായിക്കൊള്ളട്ടെ, സാമ്പത്തിക തകർച്ചയായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, പട്ടിണി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, നീ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങിയാൽ കണ്ണ് കാണാത്തത്, മനുഷ്യ മനസ്സ് ഗ്രഹിക്കാത്തത് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് ഇവിടെ ജീവിക്കുന്നു. ദുഃഖിപ്പിക്കുന്ന സത്യം ഇതാണ്: ഈ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നില്ല, ഈ ദൈവത്തെ നാം പിൻചെല്ലുന്നില്ല, നാം പലവിധ കാര്യങ്ങൾ ചെയ്യുന്നു. യെശയ്യായുടെ പ്രവചനം 29:13 യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്: എൻ്റെ ജനത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. നമ്മുടെ അവസ്ഥയെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ജനം ഇങ്ങനെയാണ്. 13-ാമത്തെ വചനം കർത്താവ് അരുളി ചെയ്യുന്നു: ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ്. എൻ്റെ നേർക്കുള്ള ഇവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ
മാനുഷിക നിയമമാണ്. എൻ്റെ സഹോദരങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കൺവെൻഷന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ ചിന്തിച്ചു നോക്കണം. നിൻ്റെ ഹൃദയം, നിൻ്റെ അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥനകൾ, നോമ്പ് ആചരണങ്ങൾ ഇവയെല്ലാം മനഃപ്പാഠമാക്കിയ അനുഷ്ഠാനമായി തരം താണിട്ടുണ്ടോ? വചനം പറയുകയാണ്, ഈ ജനം വാക്കുകൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു, എന്നെ സമീപിക്കുന്നു, അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു. അതുകൊണ്ട് ഈ ജനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമായിരിക്കുന്നു. ഇവർ വീണ്ടും ദുഃഖത്തിൽ, ദുരിതത്തിൽ, വേദനയിൽ, പട്ടിണിയിൽ, നിരാശയിൽ അധപതിച്ച ഒരു ജനമായി നാം മാറിയിരിക്കുന്നു. കാരണം ഇതാണ്, ഹൃദയത്തിൽ നാം ഏറ്റുപറയുന്നില്ല. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാമത്തെ വചനം പറയാണ്, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കു വേണ്ടി മനുഷ്യനെന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും അവനെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശുവിൻ്റെ നാമമാണ്. യേശുവെന്ന നാമമല്ലാതെ എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ പരാജയമല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുകയാണ്, യേശുവിനോടുകൂടി ശേഖരിക്കാത്തതെല്ലാം ചിതറിക്കപ്പെടും. ഇന്ന് മക്കൾ ചിതറിക്കപ്പെട്ടില്ലേ? സമ്പത്ത് ചിതറിക്കപ്പെട്ടില്ലേ? ശരീരം ചിതറിക്കപ്പെട്ടില്ലേ? കാരണം നാം ഇവിടെയുള്ള എല്ലാം ദൈവത്തെ ഉപേക്ഷിക്കുന്ന, അധരം കൊണ്ട് മാത്രം, പള്ളിയിൽ വരുമ്പോൾ മാത്രം പ്രാർത്ഥന, ഹൃദയത്തിൽ ദൈവമില്ല. ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല. ഇന്ന് രാഷ്ട്രത്തിലെ നിയമങ്ങൾക്ക്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, ലോകത്തിലെ നിയമങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യാനി ജീവിക്കുമ്പോൾ അവൻ്റെ ദൈവം, അവന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം അവൻ്റെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. അവിടുന്ന് വിചാരിക്കുന്നു ഈ ദൈവമില്ല എന്ന് വിചാരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, 1991 ധ്യാനം കൂടി ഇവിടെയെല്ലാം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഫാദർ പോൾ മുണ്ടോളിക്കൽ നടത്തിയ ധ്യാനത്തിൽ ഞാൻ പങ്കുപറ്റി. അന്ന് ജീവിതത്തിൽ അതിപ്രധാനമായ ഒരു തീരുമാനം എടുത്തു. ഇനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, അല്ലാതൊരു ജീവിതമില്ലാന്ന് തീരുമാനിച്ചു. എൻ്റെ കുടുംബം കാർഷിക കുടുംബമാണ്. വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്നു. വലിയ പ്രതീക്ഷകളൊന്നുമില്ല, ജീവിച്ചു പോകണത്രേ ഉള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് ഈ ധ്യാനവും, ഈ ധ്യാനത്തിൽ എൻ്റെ ജീവിത സമർപ്പണവുമാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ജീവിതം കാണുകയാണെങ്കിൽ അത്ഭുതകരമായ ഒരു ഇടപെടൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തി. അവനെന്നും ജീവിക്കുന്നു എന്ന് എനിക്ക് കാണിച്ചു തന്നു. അവൻ ജീവൻ്റെ കർത്താവാണെന്നും മരണത്തിൻ്റെ കർത്താവാണെന്നും ഒരുപോലെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. 3 വർഷങ്ങൾക്ക് മുമ്പ് അത്യത്ഭുതകരമായ ഒരിടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. അതെങ്ങനെയാണ്? ഞാൻ എൻ്റെ സ്വദേശമായ വയനാട്ടിൽ ഓണത്തിൻ്റെ സമയത്ത്, ഓണാഘോഷിക്കാൻ പോയ സമയത്ത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ വെച്ച് അബദ്ധവശാൽ ഏകദേശം 10-18 അടി താഴ്ചയുള്ള കിണറിലേക്ക്, നിറഞ്ഞു കിടക്കുന്ന വെള്ളമുള്ള കിണറിലേക്ക് അബദ്ധവശാൽ തലയും കുത്തി വീണു. എന്നെ സംബന്ധിച്ച് നീന്തൽ അറിയില്ല, പൊങ്ങി വരാൻ യാതൊരു സാധ്യതയുമില്ല. വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ചിന്ത ഇതാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല. വെള്ളത്തിൻ്റെ ഇടയിൽ ആരെന്നെ സഹായിക്കും? കരയിൽ ആരുമില്ല. എനിക്ക് ഇന്ന് 8 മക്കളാണുള്ളത്. അന്ന് 5 പേരാണ് ഉള്ളത്. ആരുമില്ല സഹായിക്കാൻ. അതിന് വെള്ളത്തിൻ്റെ ഇടയിലേക്ക് ഒന്ന് പോയി മുകളിലേക്ക് ഉയർന്നു. ഈ വലിയ കുളത്തിൻ്റെ ഒത്ത നടുവിൽ ഉയർന്നു. എൻ്റെ മോൻ 3-മത്തവൻ അലറി വിളിച്ച് കരയുന്നുണ്ട്. അപ്പാ എന്ന് വെച്ച് കരയുക. അങ്ങനെ 1-മത്തെ പ്രാവശ്യം വന്നു. 2-മത്തെ പ്രാവശ്യം താഴത്തേക്ക് പോകുമ്പോൾ അത്ഭുതകരമായ ഒരു സ്വരം ഞാൻ ശ്രവിച്ചു. അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചകളിൽ എൻ്റെ പ്രയർ ഗ്രൂപ്പിൽ ഞാൻ സംസാരിച്ച അതേ വചനം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായം 6-മത്തെ വചനം ഇങ്ങനെ പറയുക, താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രകൃതിയുടെ നിയമങ്ങൾ പോലും മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇവിടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് കാരണം കൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണപ്പോൾ താഴത്തേക്ക് പോയോ, ആ കാരണത്തെ മാറ്റിമറിച്ച്
എന്നെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ ദൈവം അവൻ എൻ്റെ അപ്പനായുണ്ട് എന്ന ബോധ്യം രണ്ടാമത്തെ പ്രാവശ്യം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ശാന്തമായി, മനസ്സ് ശാന്തമായി, ഒന്നിനെക്കുറിച്ചും ആലോചിച്ചില്ല. ആ വെള്ളത്തിൻ്റെ അഗാധതയിൽ മനസ്സ് ശാന്തമായി. കാരണം എൻ്റെ അപ്പൻ, അവൻ വരും, അവൻ എന്നെ രക്ഷിക്കും എന്ന ശക്തമായ ബോധ്യം. എൻ്റെ സഹോദരങ്ങളെ, ഈ ബോധ്യം എന്നിൽ നിറഞ്ഞ അതേ സമയത്ത് പെരുവെള്ളത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കരം എന്നെ സ്പർശിച്ചു. അത്ഭുതകരമായൊരു ശക്തി നീന്തലറിയാത്ത എന്നെ വെള്ളത്തിൻ്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. വചനം പറയുകയാണ്, പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാമത്തെ വചനം. എൻ്റെ ജീവിതത്തിൽ ഈ രക്ഷപ്പെടലിന് ശേഷം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയത് അനേകർക്ക് മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന്. അവിടെ സഹോദരൻ, നിങ്ങൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും നീ കരയരുത്, നീ സങ്കടപ്പെടരുത്. ബ്രദർ പറഞ്ഞു, ഞാൻ എവിടെ നിൽക്കുമ്പോൾ 5 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ 6ാമത്തെ കുഞ്ഞ്, മാലാഖ കുഞ്ഞ്, അവൾ മരിച്ചുപോയി. അവൾ മരിക്കാൻ ഒരു ഇൻഫെക്ഷൻ വന്നു. അവൾ മരിക്കുമെന്ന് വിചാരിക്കാത്ത സമയത്ത് ലങ്സ് തകർന്ന്, ലിവർ തകർന്ന്, ഹൃദയം പൊട്ടി, ചോര പാർന്ന് അവൾ മരിച്ചു. അവൾ മരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള ബോധ്യതാണ്, സ്വർഗത്തിൽ ഞങ്ങൾക്ക് 2ാമത്തെ അക്കൗണ്ട് തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്വർഗത്തിലേക്ക് പോകണം. അതിനു മുമ്പ് തന്നെ പല ദിവസങ്ങളും മക്കളോട് പറഞ്ഞു കൊടുക്കും, മക്കളെ, നമ്മളെ വീട് ഇവിടെയല്ല, വീട് എവിടെയാണ്? സ്വർഗത്തിലാണ്. ആൾക്കൂട്ടത്തിൽപ്പെട്ട് നാം വഴി തെറ്റിപ്പോയേക്കാം, വഴി മാറിപ്പോയേക്കാം. നീ ഭയപ്പെടേണ്ട. നീ മരിച്ചേക്കാം, ഞാൻ മരിച്ചേക്കാം, നീ ഭയപ്പെടേണ്ട. സ്വർഗത്തിൽ കണ്ടുമുട്ടും. ഇവിടെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരു മാലാഖ സ്വർഗത്തിലുണ്ട്. വാതിൽ കാവൽക്കാരിയായുണ്ട്, വാതിൽ തുറക്കാനുണ്ട്. ഇവിടെ ദൈവനെ പഠിപ്പിച്ചു, മരണത്തിൻ്റെയും നാഥൻ ഞാനാണ്. അതുകൊണ്ട് കരയുന്നവരെ നിങ്ങൾ കരയരുത്, സ്വർഗത്തിലേക്ക് നോക്കുക. മോളെ നോക്കുമ്പോൾ, അവളുടെ കരച്ചിൽ കാണുമ്പോൾ, അവളുടെ ഹൃദയം പൊട്ടിയുള്ള മരണം കാണുമ്പോൾ, മാനുഷികമായ ദുഃഖത്തേക്കാൾ അപ്പുറത്തേക്ക് സ്വർഗത്തിലേക്കാണ് നാം പോകേണ്ടത് എന്ന യാഥാർത്ഥ്യം എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം. ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനം 4:12 പറയുകയാണ്, ആകാശത്തിനു കീഴേ മറ്റൊരു രക്ഷകനില്ല. എന്നെ രക്ഷിക്കാൻ ഒന്നിനും ആകില്ല. ഇന്ന് പലരും പലവിധ പഠനങ്ങൾക്ക് പിന്നാലെ, പലവിധ അറിവുകൾക്ക് പിന്നാലെ നെട്ടോട്ടം ഓടുകയാണ്. അവരെല്ലാം പള്ളി വരുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, മുറയ്ക്ക് 11ാമത്തെ കൺവെൻഷനും കൂടുന്നുണ്ട്. 11 കൺവെൻഷനും കൂടി യേശുവിനെ മാത്രം അവർക്ക് കാണാൻ പറ്റുന്നില്ല. ജീവിതം പിന്നെയും ദുഃഖം, ജീവിതം പിന്നെയും ദുരിതം, ജീവിതം പിന്നെയും കടബാധ്യത. എന്തുകൊണ്ട്? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണം? അവിടുത്തെ വചനങ്ങൾ സഹോദരങ്ങളെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ യാക്കോബ് 2:10 പറയുകയാണ്, നീ എല്ലാ നിയമം അനുസരിച്ചു, എന്നിട്ട് ഒന്നിൽ മാത്രം നീ വീഴ്ച വരുത്തുമ്പോൾ നീ ഈ രക്ഷകനെ തള്ളിപ്പറഞ്ഞ അതേ വ്യക്തിയുടെ ഗണത്തിൽപ്പെടുന്നു. യാക്കോബ് 2:10 വചനം പറയുകയാണ്, നീ നിയമമെല്ലാം അനുസരിച്ചു, പള്ളി പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, പലവിധ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം നീ ലംഘിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്ഷ നിനക്ക് ജീവിതത്തിലുണ്ടാവില്ല, മക്കളുടെ ജീവിതത്തിലുണ്ടാവില്ല, സാമ്പത്തിക മേഖലയിലുണ്ടാവില്ല. കാരണം നീ ഒരു കൽപ്പന ലംഘിച്ചതിൻ്റെ കാരണം ഈ സർവശക്തനായവനിലും അവൻ്റെ വചനത്തിലും നീ വിശ്വസിക്കായക കൊണ്ടാണ്. അവരുടെ വചനത്തിൽ നീ വിശ്വസിച്ചാൽ, ഈ വചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതപ്പെട്ടിരിക്കുന്നതിൽ നീ വിശ്വസിച്ചാൽ, ഈ വിശ്വാസം വാക്കിലല്ല, ഈ വിശ്വാസം ഹൃദയത്തിലും പ്രവൃത്തിയിലുമാണ്. ഹല്ലേലൂയ. ഇത് നീ പ്രാവർത്തികമാക്കണം.
ഇത് പള്ളിയിൽ വരുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള വചനമല്ല, ഇത് ജീവിക്കുന്ന വചനമാണ്. ഹൃദയത്തിൽ ആഴത്തിൽ പ്രവേശിക്കണം, മജ്ജയിൽ മാംസത്തിൽ പ്രവേശിക്കണം. അവിടെ നീ അനുസരിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും. ഒരു സംശയമില്ല. എന്നാൽ രക്ഷകനായ ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് ക്രിസ്ത്യാനി അംഗീകരിക്കുന്നില്ല. അവർ പറയും, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്. ഇതൊന്നും സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെയോ നീ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെയോ ഒരടയാളം പോലും അല്ല എന്ന സത്യം നീ മനസ്സിലാക്കണം. അൽഫോൻസ് ലിഗോരി പറയുകയാണ്, വിശുദ്ധി എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ സമ്പാദനമല്ല, പാപങ്ങളുടെ രാഹിത്യമല്ല, മറിച്ച് ദൈവഹിതം നിറവേറ്റലാണ്. ഈ ദൈവഹിതം നീ നിറവേറ്റി തുടങ്ങുമ്പോൾ, ദൈവഹിതം എവിടെയാണുള്ളത്? വചനം പറയുക, യോഹന്നാന്റെ സുവിശേഷം 14:23, എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ രക്ഷകനായി കരുതുന്നവൻ ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കൽപ്പനകളും നീ അനുസരിക്കുമ്പോൾ മാത്രമേ യേശുവിലൂടെയുള്ള രക്ഷ നിനക്ക് സ്വന്തമാക്കാൻ പറ്റുകയുള്ളൂ. യേശുവിൽ വന്ന്, പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച്, കൺവെൻഷൻ കൂടി, ധ്യാനം കൂടി, ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് നടക്കുന്ന ഭൂരിഭാഗം വരുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, ജീവിക്കുന്ന ക്രിസ്തുവിനെ നിനക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം നീ ലോക നിയമത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് യേശു വാഗ്ദാനം ചെയ്തത് ഒന്നും നിനക്ക് ലഭിക്കുന്നില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 71-ാമത്തെ വചനത്തിൽ പറയുകയാണ്, യേശുവിൽ വന്നാൽ നിനക്ക് എന്തൊക്കെ കിട്ടും, എന്തിനൊക്കെ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 71 മുതലുള്ള വചനങ്ങൾ. യേശു രക്ഷകനായ ക്രിസ്തു എന്തിനു വന്നു എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ശത്രുക്കളിൽ നിന്ന്, നമ്മെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായി അവൻ വന്നു. മിഖയുടെ പ്രവചനങ്ങളിലും ജോയലിൻ്റെ പ്രവചനങ്ങളിലും പറയുകയാണ്, പ്രകൃതി നിനക്ക് പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചത് കൊണ്ടാണ്, രക്ഷകനായ ദൈവത്തെ ഹൃദയത്തിൽ നീ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. കാണുന്നവരെല്ലാം ശത്രുക്കളായി മാറി, ബാങ്ക് ശത്രുവായി മാറി, വിദ്യാഭ്യാസം ശത്രുവായി മാറി, ശരീരം ശത്രുവായി മാറി, വലിയ രോഗങ്ങൾ, പ്രതിസന്ധികൾ. ഇന്നലെയുള്ള രോഗമല്ല ഇന്നുള്ളത്. ചിന്തിക്കണം. ജനം പറയുകയാണ്, യേശുവെന്ന രക്ഷകൻ വന്നത് സകല ശത്രുവിൽ നിന്നും, നിന്നെ വെറുക്കുന്നവരുടെ കയ്യിൽ നിന്നും നിന്നെ മോചിപ്പിക്കാനാണ്. വീണ്ടും പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാൻ അബ്രഹത്തോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം നിന്നിൽ സംഭവിക്കും. നീ നിൻ്റെ ജനതകളും അനുഗ്രഹിക്കപ്പെടും, രോഗങ്ങൾ സുഖമാക്കപ്പെടും. ഈ വാഗ്ദാനം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. വീണ്ടും പറയുകയാണ് 74-ാമത്തെ വചനം, ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് യേശു രക്ഷകനായി വന്നത്. എൻ്റെ സഹോദര സഹോദരി, ഈ രാത്രിയിൽ ഇവിടെ ഇരിക്കുമ്പോഴും ഭയം നിന്നെ കീഴടക്കുന്നില്ലേ? ഭയം നിന്നെ അസ്വസ്ഥപ്പെടുന്നില്ലേ? മക്കൾ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുക, എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ജോലിയില്ല, കുടുംബം താറുമാറായി, ജീവിതത്തിലെ പ്രശ്നം. ഭയം ഇന്ന് നമ്മളെ കീഴടക്കിയിരിക്കുന്നു. ഭയമുള്ളവരെല്ലാം തിരിച്ചറിയുക, യേശുവിൻ്റെ രക്ഷ നീ സ്വന്താക്കിയിട്ടില്ല. റോമ 8:28 പറയുകയാണ്, നാളിതുവരെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം യേശുവിനെ നീ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ അത് നന്മയായി പരിണമിക്കും, അത് അനുഗ്രഹമായി പരിണമിക്കും. നീ ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. ചില സങ്കടങ്ങൾ, ചില രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകളൊക്കെ വന്നിട്ടുണ്ടാകും. പക്ഷെ നീ ഭയപ്പെടരുത്. യേശു എന്ന രക്ഷകനിൽ മുറുകെ പിടിക്കണം. മുറുകെ പിടിച്ചാൽ നാളെ അത് നന്മയായിട്ട് മാറും, ഒരു സാക്ഷ്യമായിട്ട് മാറും. 1999 ഞാൻ കോഴിക്കോട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1999 കമ്പനി എനിക്ക് ആദ്യമായിട്ട് ബൈക്കൊക്കെ തന്നു. അങ്ങനെ സന്തോഷത്തിൽ ഉയർപ്പ് തിരുനാളിൻ്റെ രാത്രി ഇവിടെ നിന്ന് എൻ്റെ സ്വദേശത്തേക്ക് ഉള്ള വയനാട്ടിലേക്കുള്ള യാത്രയിൽ താമരശ്ശേരി ബസ് സ്റ്റാൻഡിൽ ബാക്ക് സൈഡിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ഏകദേശം 4 മണിയായി സമയം, 4-4:30 സമയം. അപകടത്തിൽപ്പെട്ട് കാലൊടിഞ്ഞു.
തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവിടെ സ്വീകരിച്ചില്ല. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി, അവിടെ സ്വീകരിച്ചില്ല. അവസാനം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റായി. ഇമ്മീഡിയറ്റ് സർജറി ചെയ്തു. കാല് മുട്ട് വെച്ച് ഒടിഞ്ഞു പോയി. ഒരു പ്ലേറ്റ് ഇട്ട് 2-3 മറ്റ് സർജറിയൊക്കെ ചെയ്തു. വെയിൻ കട്ടായി. അങ്ങനെ 8 ദിവസം കിടന്ന കിടപ്പ്. വീട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 3 മാസം ജോലി ചെയ്യാൻ പറ്റില്ല, എഴുന്നേക്കാൻ പറ്റില്ല. അങ്ങനെ കിടന്ന കിടപ്പ്. 3 മാസത്തിന് ശേഷം തിരിച്ചുമെല്ലാം നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എൻ്റെ കാലിൽ പഴയ പോലെ എനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാല് പൂർണ്ണമായിട്ട് മടങ്ങില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഇടപെടണമേ. പക്ഷെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ കൂടെ ഉണ്ടാവും, ഇതൊരു സമ്മാനമായിട്ട് കരുതിയാൽ മതി. ഞാനങ്ങനെ സമ്മാനമായിട്ട്, സഹനമായിട്ട്, പലപ്പോഴും പല കരിസ്മാറ്റിക്കാരും വിശ്വസിക്കുന്നത് പോലെ ഇതൊക്കെ കൂടെ ഉണ്ടാവും, ഈ പ്രവർത്തിക്കൊക്കെ കറങ്ങി പുറപ്പെട്ട ഇതുപോലെയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയുണ്ട്. ഞാനും അങ്ങനെ വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, 2006, 2007 കാലഘട്ടത്തിൽ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം എൻ്റെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് ഇതുപോലെ തന്നെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ശാന്തനായി യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു അപകടം ഉണ്ടായി. എന്നെ പിന്തുടർന്ന് ഒരു കാറ് വന്നു, എന്നെ ലക്ഷ്യമാക്കി വന്നു. ഞാൻ റോഡിൻ്റെ ഇടത് സൈഡിൽ ചേർന്ന് വളരെ ശാന്തമായിട്ട് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ ഈ കാറ് വന്ന് എന്നെ ഇടിച്ചു. 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം ഇടിച്ചു. 3ാമത്തെ പ്രാവശ്യം ഞാൻ മീഡിയം കടന്ന് റോഡിൻ്റെ മറുവശത്തെത്തി. ബൈക്ക് തകർന്ന് തരിപ്പണമായി. എല്ലാവരും കൂടെ ഓടി വന്ന് എൻ്റെ കാറ്റ് പോയെന്ന് വിചാരിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഒരു തുള്ളി രക്തം പോലും വന്നില്ല. തിരിച്ച് വീട്ടിൽ ചെന്ന് ബൈക്കൊക്കെ വേറെ ആരൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്ന് ഹെൽമെറ്റുമായിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ചോദിച്ചു, ബൈക്ക് എന്ത് ചെയ്യും? ബൈക്കുമായിട്ട് പോയ ആൾ ഹെൽമെറ്റായിട്ടാണ് തിരിച്ചു വരുന്നത്. ഞാൻ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ആക്സിഡൻ്റായി. അപ്പോൾ ഭാര്യ വിളിച്ചു, പുറത്തൊന്നും കാണുന്നില്ല, എന്നാൽ തലയ്ക്കായിരിക്കും പറ്റിയത്, ആൾ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചു, ദൈവം എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ അത്ഭുതം അതായിരുന്നില്ല. പിറ്റേ ദിവസം എറണാകുളത്തുള്ള ദേവാലയത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു വന്ന് ഈ കാറുമായിട്ട് കടന്നു വന്ന എൻ്റെ സഹോദരന് എന്തോ ഒരു കൃപ ആവശ്യമുണ്ട്. അയാൾ കുടുംബത്തിൽ പ്രശ്നമായിരിക്കാം, അയാൾ ഭാര്യയായിട്ട് പിണങ്ങിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നിന്റെ തിരുമുറിവിലേക്ക് കുന്തം കുത്തിയവനെ ആശ്വസിപ്പിച്ചതുപോലെ എൻ്റെ ദേഹത്തേക്ക് വണ്ടിയിടിച്ച് എൻ്റെ സഹോദരനെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം റോമ 8:28 നിവൃത്തിയാകുക. അവൻ രക്ഷകനും എന്തിനേയും അട്ടിമറിക്കുന്നവനുമാണ്, ശത്രുവിൻ്റെ കരത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണെന്നുള്ള പ്രവചനം എന്നിൽ പൂർത്തിയായി. മനസ്സിലായി, ഒരു അത്ഭുത ശക്തി എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന മനസ്സിലായി. എന്ത് സംഭവിച്ചെന്നറിയാവോ? 8-10 വർഷമായി ഒരിക്കലും മടങ്ങില്ലാന്ന് ഈ ലോകവും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത കാല് ആ ഒരൊറ്റ അപകടത്തിൽ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന് പറയുന്നത് മരിച്ച ദൈവമല്ല, ജീവിക്കുന്ന ദൈവം. നീ വിശ്വസിക്കണമെന്ന് മാത്രം. അവൻ്റെ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി നിനക്കുള്ളതാണ് എന്ന് വിശ്വസിക്കണം. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 മോശ ജനത്തോട് പറയുകയാണ്, വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിൽ ജനം മുഴുവൻ ചെങ്കടൽ എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ചിലർ പറഞ്ഞു, നമുക്ക് പോകാം, പഴയ സ്ഥലത്തേക്ക് പോകാം. ധ്യാനം കൂടി കുറച്ച് നാളൊക്കെ ട്രൈ ചെയ്യും. ചില ദശാംശം കൊടുത്ത് തുടങ്ങും. ഒന്നും വഴിയില്ല എന്ന് പറയുമ്പോൾ പഴയതിലേക്ക് പോകും, കുടി നിർത്തും. കൺവെൻഷൻ്റെ സമയത്ത് നോമ്പെടുക്കുന്ന 40 ദിവസം 30 ദിവസം നോമ്പെടുക്കും. പഴയപടി പിന്നെ തുടങ്ങും. പ്രതിസന്ധി വരുമ്പോൾ, മക്കളുടെ വിവാഹം നടക്കാതെ വരുമ്പോൾ, രോഗം മാറാതെ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ യേശുവിനെ ഉപേക്ഷിച്ച് പോകുന്നവരാ നമ്മൾ. മോശ പറഞ്ഞു, ചെങ്കടൽ മുമ്പിൽ നിൽക്കുന്ന മോശയോട് ജനം ചോദിച്ചു, എന്തിന് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? എന്തിനു കൊണ്ടുവന്നു? ഇതിൽ മുങ്ങിച്ചാകാനോ? ഞങ്ങൾ പൊക്കോളാം, അപ്പം ഞങ്ങൾക്ക് അവിടെയില്ല ഇവിടെ ഇല്ലാതായി. മോശ പറഞ്ഞു, ഇസ്രായേലിൻ്റെ നിയമം ഇതാണ്, ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അവന് വേണ്ടി ആര് യുദ്ധം ചെയ്യും? സർവശക്തനായ
അവൻ്റെ ദൈവം, രക്ഷകനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചെങ്കടലിനെ കണ്ട് നീ ഭയപ്പെടരുത്. ഈ ചെങ്കടലിനെ കണ്ട് നീ അസ്വസ്ഥപ്പെടരുത്. എൻ്റെ സഹോദര സഹോദരി, ഈ രാത്രി നീ ഇവിടെ ഇരിക്കുമ്പോൾ പലതും നിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നുണ്ടാകാം. പലപ്പോഴും നീ ഇപ്പം തിരിച്ച് ഈജിപ്തിലേക്ക് പോയിട്ടുണ്ടാകാം. ഒരു ധ്യാനത്തിൽ പല തീരുമാനം എടുത്തു, കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു, പിന്നെ പഴയതിലേക്ക് പോയിട്ടുണ്ടാകാം. എന്നാൽ നീ രക്ഷകനായ ദൈവത്തെയാണ് ഉപേക്ഷിച്ചത്. നീ കാത്തിരിക്കുമെങ്കിൽ അവിടുന്ന് നിൻ്റെ മുമ്പിലുള്ള ചെങ്കടലുകൾ അവിടുന്ന് വിഭജിക്കും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിന്റെ അപ്പൻ വൈകുകയില്ല. നിന്റെ അപ്പൻ നിന്റെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. നീ കാത്തിരിക്കണം, അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം.